ഒമാനിലെ ഇന്ത്യൻ എംബസി റമദാനോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പിന് തുടക്കമായി. പരിപാടിയിൽ സേവാ മസ്കറ്റിന്റെ 300ഓളം പ്രവർത്തകർ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു. ഇത് 3ാം വർഷമാണ് ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ഒമാനിൽ റമദാന് അനുഭവപ്പെടുന്ന രക്തക്ഷാമത്തിന് പരിഹാരമായാണ് രക്തദാനം ചെയ്യുക, ജീവിതം പങ്കിടുക എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടി ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരങ്ങിന്റെ സാന്നിധ്യത്തിൽ മസ്കറ്റിലെ ഹെൽത്ത് സർവീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ തമര അൽ ഗഫ്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ വിപുലമായ സാന്നിധ്യത്താൽ ആദ്യ ദിനം 225 യൂണിറ്റ് രക്തം ശേഖരിച്ചു. ഏപ്രിൽ 4, 5, 6 ദിവസങ്ങളിൽ എംബസി ഓഡിറ്റോറിയത്തിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ബൗഷർ ബ്ലഡ് ബാങ്കിൽ രാത്രി 7 മുതൽ 11 വരെയും മെഗാ രക്തദാന ക്യാമ്പ് ഉണ്ടായിരിക്കും. In the month of Ramadan, there is a shortage of blood in the blood banks, and the Indian community turns up in very large numbers in the Embassy of India blood donation camp to contribute to this noble cause. We have started today this year. This is the third such camp that we are organizing, and we routinely get more than 1,000 blood donations done during this camp. രക്തദാന ക്യാമ്പുമായി ഒമാനിലെ വിവിധ സാംസ്കാരിക സംഘടനകൾ സഹകരിക്കുന്നുണ്ട്. പരിപാടിയിൽ സേവാ മസ്കറ്റിന്റെ 300ഓളം പ്രവർത്തകർ പങ്കെടുത്ത് രക്തം ദാനം ചെയ്തു. ഈ 3ാമത്തെ വർഷവും സേവാ മസ്കറ്റിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. സേവാ മസ്കറ്റിന്റെ ഏകദേശം 250ഓളം പ്രവർത്തകർ ഇന്നിവിടെ വന്ന് ബ്ലഡ് ദാനം ചെയ്യുകയുണ്ടായി. ഇത് 3ാം വർഷമാണ് എംബസി ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ജനം, മസ്കറ്റ്.